ഹലോ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സാമിയ ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അന്ന് തന്നെ നമ്മൾ സാമിയ ഫാൻസി പോയിട്ട് കുറച്ച് ഫാൻസിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും മക്കളും കൂടുതൽ ഫാൻസി വാങ്ങണേ ഉപയോഗിക്കണ ആളുകളല്ല കേട്ടോ. ഒന്നാമത് എനിക്ക് അങ്ങനെ അറിയൂല ഫാൻസി വാങ്ങാനോ സെലക്ട് ചെയ്യാനോ അതിങ്ങനെ സെറ്റ് ചെയ്യാനോ ഒന്നും എനിക്കറിയില്ല. അതിനപ്പുറം അത് വാങ്ങിക്കൊടുക്കുന്നത് എങ്ങോട്ടെങ്കിലും ഒരു വട്ടം ഇട്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ, അടുത്ത പ്രാവശ്യം ഇടുമ്പോഴത്തേനുള്ള സൂക്ഷിച്ച് വെപ്പ് അതൊന്നും എനിക്ക് തീരല്ല. അതുകൊണ്ട് ഞാനത് വാങ്ങലില്ല. എനിക്കതിന് പൈസ കളയുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ്. പിന്നെ കയറി കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. ഫേസ് വാഷ്, ബോഡി വാഷ്, ലിപ്സ്റ്റിക്ക്, ക്ലിപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്നും സനയാണ് ഞങ്ങൾക്ക് മൈലാഞ്ചി ഇട്ടാറില്ല. അപ്പോൾ അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം മൈലാഞ്ചി ഇടാനുള്ള ഈ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്താവും എന്നറിയില്ല. പിന്നെ എനിക്കിപ്പോൾ ഉള്ള പ്രാന്ത് എന്ന് പറയുന്നത് കമ്മലുകളാണ്. അപ്പോൾ കമ്മലുടെ കുറേ കളക്ഷൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സിന് മാച്ചായിട്ട് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്, ബ്രഷ്, മൈലാഞ്ചി, അങ്ങനെ കുറേ സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഒന്നുമില്ല, മക്കൾക്ക് ഓരോ വളയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാൻസിയിൽ പെട്ടിട്ടുള്ളത് ഫാൻസി ഐറ്റമായിട്ട്. അപ്പോൾ അതാ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നൈഷു ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കടയിൽ പോയി എന്തെങ്കിലും അവളുടെ കണ്ണിപ്പൊടി ഇടാൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങി. പിന്നെ വരുമ്പോൾ തക്കാളിയും വലിയുള്ളില്ലേ നല്ല വില കുറവുണ്ട് കേട്ടോ. അപ്പോൾ 5 കിലോ 100, 3 കിലോ 100 അങ്ങനെയൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. എന്തായാലും 11 മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ.